ഹൗസിൽ നിന്ന് ലക്ഷ്മി എവിക്റ്റായിരിക്കുകയാണ്. ഇന്നത്തെ എവിക്ഷൻ ഒരു മാസ് എവിക്ഷൻ തന്നെയായിരുന്നു. ഇതുവരെ മറ്റുള്ള ഒരു ഹൗസ്മേറ്റ്സിനും കിട്ടാത്ത ഒരു സ്റ്റൈലിഷ് എവിക്ഷൻ തന്നെയായിരുന്നു. നോമിനേഷനിലുണ്ടായിരുന്ന മറ്റുള്ള എല്ലാവരും സേവ് ആയതിനു ശേഷം ലക്ഷ്മിയും അക്ബറുമായിരുന്നു നോമിനേഷൻ പ്രക്രിയ നേരിടാൻ വേണ്ടി തയ്യാറായിരുന്നത്. രണ്ടുപേരെയും ബ്ലൈൻഡ് ഫോൾഡ് അണിയിച്ചതിനു ശേഷം അവരെ പിക്ക് ചെയ്യുവാൻ വേണ്ടി മാരുതി സുസുക്കിയുടെ വിക്ടോറിയസ് കാറായിരുന്നു വന്നിരുന്നത്. ബിഗ് ബോസ് പറഞ്ഞു, രണ്ടുപേരെയും രണ്ട് കാറിന്റെ പിൻസീറ്റിലിരുത്തുക. ഇതിൽ എവിക്റ്റ് ആകുന്ന ആൾ മടങ്ങി വരില്ല. സേഫായ ആൾ തിരിച്ചു വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഹൗസ്മേറ്റ്സ് എല്ലാവരും ചേർന്ന് രണ്ടുപേരെയും യാത്രയയക്കി കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം രണ്ട് കാറും ഹൗസിനുള്ളിലേക്ക് തിരിച്ചെത്തി. ആ സമയം ഹൗസ്മേറ്റ്സ് വിചാരിച്ചിരുന്നത് ഇന്ന് ആരും എവിക്റ്റ് ആയിട്ടില്ല എന്നായിരുന്നു. എന്നാൽ ഒരു കാറിൽ മാത്രമായിരുന്നു ഒരു ഹൗസ്മേറ്റ് ഉണ്ടായിരുന്നത്. അത് അക്ബർ ആയിരുന്നു. അതിനർത്ഥം ലക്ഷ്മി എവിക്റ്റായി എന്നുള്ളതായിരുന്നു. അക്ബറിനെ എല്ലാ ഹൗസ്മേറ്റ്സും ചേർന്ന് വീട്ടിനകത്തേക്ക് വളരെ സന്തോഷപൂർവ്വം തിരിച്ചുകയറ്റി. ലക്ഷ്മി അങ്ങനെ ലാലേട്ടന്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അവിടെ നിന്ന് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ഹൗസ്മേറ്റ്സിനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തതിന് ശേഷമായിരുന്നു ലക്ഷ്മിയുടെ മടക്കം. ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിച്ചു, ലക്ഷ്മിക്ക് അവിടെ ആരായിരിക്കും വിന്നറായിട്ട് തോന്നുക എന്നുള്ളത് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നെവിൻ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൗസിലേക്ക് വരുന്നതിന് മുന്നേയും ഇപ്പോഴും നെവിൻ തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നായിരുന്നു ലാലേട്ടനോട് ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.